സാധിക്കും, ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഭഗവാൻ പറഞ്ഞത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പമുക്തസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായന. ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുറച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ. ആ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ പരിപൂർണത എന്നാർക്കാണോ ബോധ്യപ്പെട്ടിട്ടുള്ളത്, ആ വ്യക്തിയെയാണ് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ബുദ്ധിയോഗത്തിൽ പങ്കെടുക്കാം, അല്ലെ? ആ ബുദ്ധിയോഗത്തിന്റെ നേട്ടമൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മബന്ധം പ്രഹാസ്യസി. ഉദ്യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനാകാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഭഗവാൻ പറയുന്ന കാര്യം ദിവസവും നമ്മൾ ചെയ്യുകയാണ്, കർമ്മഫലമൊന്നും പ്രതീക്ഷിക്കാതെ. അടുത്ത ശ്ലോകങ്ങളിൽ അത് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്ന കാര്യം ഒന്നും പ്രതീക്ഷിക്കാതെ, ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതിനെന്തെങ്കിലും നേട്ടമുണ്ടോ നഷ്ടമുണ്ടോ ഒന്നൊന്നും നോക്കാതെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിരന്തരം ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും കർമ്മബന്ധങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ അനസൂയന്തോ ദേവി മുച്ചന്തി കർമ്മ. ഭഗവാൻ ഇനി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞു 39-ാമത്തെ ശ്ലോകത്തിൽ, ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ആർക്കാണോ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ കുറച്ച് പ്രവർത്തിച്ച് കഴിയുന്ന സമയത്ത് കർമ്മബന്ധങ്ങളൊക്കെ ഇല്ലാതാണ്. കർമ്മബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. അതിനുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. യെസ്, അതിൽ ആർക്കാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചത്. ആരാണോ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാൻ തന്നെയാണ് പരമപുരുഷൻ, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ആർക്കാണോ ബോധ്യപ്പെട്ടിട്ടുള്ളത്, അവർക്ക് ഈ ബുദ്ധിയോഗത്തിൽ പങ്കെടുക്കാം. ഭഗവാനെ മനസ്സിലാക്കാത്തവർക്കും ഭഗവാൻ പരമപുരുഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കും ഈ ബുദ്ധിയോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അവരെ ഭഗവാൻ എന്താണ് പറയുന്നത്? അവ്യവസായിന. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉറച്ചവരാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാനിൽ ബുദ്ധി ഉറയ്ക്കാത്തവരാണ് അവ്യവസായന. അല്ലെ, അവർ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാനാണ് പരമപുരുഷൻ എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ലെ, അവർ വീണ്ടും അവ്യക്തമായിട്ടുള്ള എന്തോ ആണ്. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ മാറ്റി പറയും. അല്ലെ, ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ അഹം എന്ന് പല സമയത്തും പറയുന്നുണ്ട്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. ഞാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം എന്ന് ഭഗവാൻ നേരിട്ട് പറയുന്നു. അർജുനനും പറയുന്നു, അങ്ങാണ് പരമപുരുഷൻ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. എല്ലാ ഋഷിമാരും പറയുന്നു, അർജുനൻ പറയുന്നു, എല്ലാ ഋഷിമാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കാത്തവർ ഭഗവാൻ അഹം എന്ന് പറയുന്ന സമയത്ത്, ഭഗവാൻ ഞാൻ എന്ന് പറയുന്ന സമയത്ത് അത് ഭഗവാനല്ല, അത് വേറെന്തുമാണ്, ഭഗവാനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവ്യക്തമാണ് എന്നൊക്കെ അവര് പുതിയതായിട്ട് വ്യാഖ്യാനിക്കും. കാരണം എന്താണ്? അവർക്ക് ഭഗവാനിൽ ആ ഭഗവാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം എന്നങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ലെ, അതാണ് അവരുടെ പ്രശ്നം. ഒരു വ്യക്തിയിൽ നിന്ന് ലോകം മുഴുവൻ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒരു വ്യക്തിക്ക് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ ഒരിക്കലും പരമപുരുഷനായിട്ട് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് അതേപടി സ്വീകരിക്കാനും അവർക്ക് സാധിക്കില്ല. ഭഗവാൻ ഞാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം
എന്ന് പറയുന്ന സമയത്ത് ഭക്തന്മാർ അല്ലെങ്കിൽ വ്യവസായാത്മിക ബുദ്ധി, ഭഗവാനിൽ വിശ്വാസം ഉറച്ചവർ അത് അതേപടി സ്വീകരിക്കും. പക്ഷെ ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കാത്തവർ അവര് ആ വാക്കുകളൊക്കെ അങ്ങോട്ട് വളച്ചൊടിക്കും. അല്ലെ? ഇത് ഭഗവാനാണ് പറയുന്നതെങ്കിലും വ്യാസദേവൻ വളരെ വ്യക്തമായിട്ടാണ് എഴുതി വെച്ചത്. ശ്രീ ഭഗവാൻ വാച എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അവ്യക്തിഗതവാദികൾ അല്ലെങ്കിൽ മായാവാദികൾ പറയും അത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണെങ്കിൽ പോലും കൃഷ്ണനെ കുറിച്ചല്ല പറയുന്നത് എന്നങ്ങോട്ട് പറയും. കാരണം ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കാൻ അവർക്ക് ഭഗവാനിൽ വിശ്വാസം ഉറച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ ഭഗവാൻ അവ്യവസായനാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവ്യവസായനാം. അവര് വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അവര് ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, ഭാഗവതവും വായിക്കുന്നുണ്ട്. അല്ലെ? ഭാഗവതത്തിൽ നേരിട്ട് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. ഏതേചംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഭഗവാന്റെ 22 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സൂതഗോസ്വാമി പറയുകയാണ്, ആ 22 അവതാരങ്ങളിൽ 19ഉം 20ഉമായിട്ട് ബലരാമ ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഭഗവാനെ കുറിച്ച് പറഞ്ഞെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പോരാ എന്ന് തോന്നിയിട്ട് സൂതഗോസ്വാമി വീണ്ടും കൃഷ്ണനെ കുറിച്ച് എടുത്തു പറയും. ഏതേചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇതിൽ ഈ 22 അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബലരാമൻ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൃഷ്ണനെ നമ്മള് വ്യക്തമായിട്ട് ആരാണെന്ന് ബോധ്യപ്പെടണം. അത് എടുത്തു പറയുന്നു. ഏതേചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാനാണ് കൃഷ്ണൻ. അദ്ദേഹം ഒരു അവതാരം പോലുമല്ല. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ് കൃഷ്ണൻ. അത് ഭഗവത്ഗീതയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലെ? അഹം സർവസ്യ പ്രഭോ, എല്ലാറ്റിന്റെയും ഉറവിടം ഞാനാണെന്ന് ഭഗവാൻ പറയുന്ന സമയത്ത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന സമയത്ത് എല്ലാറ്റിന്റെയും ഉറവിടമാണ് ഭഗവാൻ. നാരായണ രൂപങ്ങളുടെ പോലും ഉറവിടമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുന്നത് വളരെ പ്രയാസമാണ്. ഒരുപാട് ജന്മങ്ങളിലൂടെ ജ്ഞാനം ആർജിക്കുന്നവർക്കും ഒരുപാട് ജന്മങ്ങളിലൂടെ പുണ്യം ചെയ്തവർക്കും അവരുടെ പാപങ്ങളൊക്കെ ഇല്ലാതായവർക്കും മാത്രമേ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിലാവും. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയെ യദതാമപി സിദ്ധാനാം കശ്ചിന്മാവേത്തി തത്വത. ആയിരക്കണക്കിന് ആത്മീയവാദികൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ആത്മീയവാദികളിൽ 1-2 പേർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാനിൽ വിശ്വാസം ഉറച്ചവരെയാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. അവർക്ക് ഈ ബുദ്ധിയോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ബുദ്ധിയോഗത്തിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ മറ്റ് ഭൗതിക ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ള നേട്ടമാണ് എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് വേദങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് ഭഗവാനിൽ ബുദ്ധി ഉറയ്ക്കുകയില്ല. അവരെ ഭഗവാൻ വിളിക്കുന്നത് വേദവാദരഥ എന്നാണ്. വേദവാദരഥ പാർത്ഥ നാണ്യതസ്ഥിതി വാദിന. അവർ വേദങ്ങളൊക്കെ പഠിക്കും, പക്ഷേ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. വേദത്തിന്റെ ഉദ്ദേശം ഭഗവാനെ മനസ്സിലാക്കുന്നതാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവരെ വേദവാദരഥ എന്നാണ് ഭഗവാൻ പറയുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത വേദവാദരഥ പാർത്ഥാൻ നാണ്യതസ്ഥിതി വാദിന. പുഷ്പിതാം വാചം, വേദങ്ങളിൽ നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ ആഗ്രഹപൂർത്തിക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാം, അവിടെ സുഖമായിട്ട് താമസിക്കാം, അവിടെ അമൃതപാനം ചെയ്ത് അല്ലെങ്കിൽ സോമപാനം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം, അതിന് ഇന്ന യജ്ഞം ചെയ്താൽ മതി, അല്ലെ ജ്യോതിഷ്ഠോമ യജ്ഞം ചെയ്താൽ മതി, സ്വർഗത്തിൽ പോകാം. അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ
നിങ്ങൾ എന്താണ് കുബേരനെ ആരാധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആകർഷിക്കുന്ന പല പല വാക്കുകളും വേദത്തിലുണ്ടാകും. ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിൽ നിറഞ്ഞുകൊണ്ട് നമ്മൾ വേദം പഠിക്കുന്ന സമയത്ത് അതിലൊക്കെ പെട്ടുപോകും. അങ്ങനെ അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അവരെയാണ് ഭഗവാൻ എന്തെന്ന് പറയുന്നത്? യാമിമാം പുഷ്പിതാം വാചം പ്രപതന്തി അവിപശ്ചിത വേദവാദരഥാപാർത്ഥ നാന്യതസ്ഥീതി വാദിന കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ പ്രിയാ വിശേഷ ബഹുല ഭോഗൈശ്വര്യ ഗതിം പ്രതി. കാമാത്മാന, എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ പെട്ടുപോകുന്നത്? ഇങ്ങനെയുള്ള ചടങ്ങുകളിലും യജ്ഞങ്ങളിലും ഒക്കെ പെട്ടുപോകുന്നത്? അവർക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, കാമാത്മാന. അതിനു വേണ്ടിയിട്ടാണ് അവർ വേദം പഠിക്കുന്നത്, അല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അവർ വേദം പഠിക്കുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും ഭാഗവതം പഠിക്കുന്നതൊന്നും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് അവരതൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. സമാധൗ ന വിധീയതേ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭോഗൈശ്വര്യ പ്രസക്താനാം തയ അപഹൃത ചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. ഇങ്ങനെ ഭോഗൈശ്വര്യങ്ങളിൽ പെട്ട് ആഗ്രഹപൂർത്തിക്ക് വേണ്ടി അലയുന്നവർക്ക് ഒരിക്കലും സമാധവും, ഭഗവാനുമായിട്ടുള്ള യോജിപ്പ്, ഭഗവാനിൽ നിന്ന് നിർദ്ദേശം മനസ്സിലാക്കാനുള്ള കഴിവ് അതുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധി അവർക്ക് കിട്ടുന്നില്ല. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വ്യവസായാത്മിക ബുദ്ധി. പരമാത്മാവുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. എന്താണ് പരമാത്മാവ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് വ്യവസായാത്മിക ബുദ്ധി. ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശം എന്താണെന്ന് അവർക്കറിയാം. ഭഗവാൻ ഉള്ളിൽ നിന്ന് എന്താണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീയമായിട്ടുള്ള ബുദ്ധി ലഭിക്കും, വ്യവസായാത്മിക ബുദ്ധി ലഭിക്കും. പക്ഷെ ആരാണോ ഭോഗൈശ്വര്യങ്ങളിൽ ആകർഷ്ടനായിട്ടുള്ളത്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്, അവർക്ക് ഈ ബുദ്ധി ലഭിക്കുന്നില്ല. ആത്മീയമായിട്ടുള്ള ബുദ്ധി ലഭിക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. സമാധോ ന വിധീയതേ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഈ ബുദ്ധിയോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഭോഗൈശ്വര്യ പ്രസക്താനം തയ അപഹൃത ചേതസ. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർക്ക് ആത്മീയമായിട്ടുള്ള ഈ ബുദ്ധി ലഭിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു, 44-ാമത്തെ ശ്ലോകം വരെ. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വേദത്തിന്റെ വിവിധമായിട്ടുള്ള തലങ്ങളെക്കുറിച്ചാണ്. വേദങ്ങളിൽ ഒരേ വിഷയങ്ങളെ കുറിച്ചല്ല പറയുന്നത്, വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, വേദപഠനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭക്തന്മാർ വേദം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് വേദത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 45-ാമത്തെ ശ്ലോകത്തിൽ. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ യോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രഭു വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. റീന മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വസുദേവായ. ശ്ലോകം 45. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. വിവർത്തനം
പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭാത്. പ്രകൃതി സഹജങ്ങളായ ത്രിഗുണങ്ങളോട് കൂടിയ കർമ്മങ്ങളും അവയുടെ പ്രതികരണങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം. ബലോദിഷ്ടങ്ങളാണ് അവയെല്ലാം ഭൗതിക ലോകത്തോടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തും മുറുക്കുന്നുമുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളുടെ മേഖലയിൽ നിന്ന് സാമാന്യ ജനങ്ങളെ പതുക്കെ അതീന്ദ്രിയത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് വേദങ്ങൾ കാമ്യകർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അർജുനനാകട്ടെ തന്റെ സുഹൃത്തും ശിഷ്യനും എന്ന നിലയിൽ വിജ്ഞാനത്തിന്റെ വേദാന്ത തത്വശാസ്ത്രങ്ങളുടെ അതീന്ദ്രിയ മേഖലയിലേക്ക് ഉയരണമെന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അതിനായുള്ള ആദ്യത്തെ കാൽവയ്പാണ് ബ്രഹ്മ ജിജ്ഞാസ അഥവാ സർവോന്നതമായതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. എല്ലാ ജീവജാലങ്ങളും നിലനിൽപ്പിനു വേണ്ടി ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഭഗവാൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്നും ഭൗതികതയുടെ ഊരാക്കുടുക്ക് അഴിക്കേണ്ടത് ഏതു വിധമെന്നും ഉപദേശിക്കുന്ന വൈദിക വിജ്ഞാനം ജീവാത്മാക്കൾക്ക് നൽകുകയും ചെയ്തു. ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള പ്രവർത്തനം, അതായത് കർമ്മകാണ്ഡം എന്ന വിഭാഗം അവസാനിച്ചതിനു ശേഷം വേദവിഭാഗങ്ങളിൽ തന്നെ ഒന്നായ ഉപനിഷത്തുകളിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരവും നൽകപ്പെട്ടിട്ടുണ്ട്. അതീന്ദ്രിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നവയത്രേ ഉപനിഷത്തുകൾ. പഞ്ചരവേദം എന്ന് പറയപ്പെടുന്ന മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീതയും. ഭൗതിക ശരീരമുള്ള കാലത്തോളം ത്രിഗുണാത്മകങ്ങളായ കർമ്മങ്ങളും അവയുടെ പ്രതികരണങ്ങളും തുടർന്നു പോകും. സുഖദുഃഖങ്ങളെയും ശീതോഷ്ണങ്ങളെയും പോലുള്ള ദ്വന്ദ്ങ്ങളെ തിദീക്ഷയോടെ നേരിടാൻ പരിശീലിക്കണം. അങ്ങനെ ദ്വന്ദ്ങ്ങളെ സഹിക്കാൻ കഴിവ് നേടി ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്ന് മുക്തനാകണം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്നവർക്ക്, കൃഷ്ണന്റെ കരുണയെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ഈ അതീന്ദ്രിയ അവസ്ഥ ലഭ്യമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു റീന മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ വേദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും വേദങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ വേദത്തിന്റെ എല്ലാ ഭാഗവും ഒരേപോലെയല്ല എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. അല്ലെ, വേദത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കർമ്മകാന്ഡം എന്നാണ് പറയുന്നത്. ആ കർമ്മകാന്ഡമാണ് കൂടുതൽ വേദത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു ത്രൈഗുണ്യ വിഷയാ വേദ. വേദത്തിന്റെ ഭൂരിഭാഗവും വിഷയം എന്താണ്? പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ത്രൈഗുണ്യ വിഷയം. ഈ ഭൗതിക ലോകത്തിൽ തന്നെ എങ്ങനെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം, ഇതാണ് വേദത്തിന്റെ മുക്കാൽ ഭാഗവും വേദത്തിൽ അധികവും പറയുന്നത്. ത്രൈഗുണ്യ വിഷയാ വേദ. അതായത് വ്യത്യസ്ത ലോകങ്ങളിലേക്ക് എങ്ങനെ പോകാം, ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് എങ്ങനെ പോകാം, അല്ലെങ്കിൽ സൂര്യലോകത്തിലേക്ക് എങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇന്ദ്രലോകത്തിലേക്ക് എങ്ങനെ പോകാം, അവിടെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, ഇതിനെ കുറിച്ചാണ് വേദങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വേദങ്ങളിൽ നോക്കുന്ന സമയത്ത് അധികവും എന്തായിരിക്കും? ഭക്തിയെക്കുറിച്ച് നമുക്ക് അധികം കാണാൻ സാധിക്കും. അധികം ദേവന്മാർക്കുള്ള യജ്ഞങ്ങളാണ്, വ്യത്യസ്ത ദേവന്മാർക്കുള്ള യജ്ഞങ്ങളാണ് വേദങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു ആ ത്രൈഗുണ്യ വിഷയങ്ങളിൽ മാത്രം നമ്മൾ പെട്ടുപോകരുത്. അതല്ല വേദത്തിന്റെ ഉദ്ദേശം. വേദത്തിന്റെ ഉദ്ദേശം അതല്ല. നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ആ വേദത്തിന്റെ അന്തിമ ഭാഗത്തിലേക്ക് നമ്മൾ വരണം. ആ ത്രൈഗുണ്യ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം, വേദാന്തത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. വേദാന്തത്തിൽ എന്താണ് പറയുന്നത്? എങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാം, എങ്ങനെ ഭഗവാനെ ഉപാസിക്കാം, ഭഗവാനിലേക്ക് എങ്ങനെ തിരിച്ചു പോകാം എന്നുള്ളതാണ് വേദത്തിന്റെ വേദാന്തം വിശദമാക്കുന്നത്. ഉപനിഷത്തുകൾ, അത് ആ വേദാന്ത ഭാഗമാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഉപനിഷത്തുകളുടെ ഭാഗത്തിലേക്ക് വരണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും ഭഗവത്ഗീതയോ? ഭഗവത്ഗീതയും ഉപനിഷത്ത് തന്നെയാണ്, അല്ലെ? ഗീതോപനിഷത്ത് എന്ന് പറയും. എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് ഭഗവത്ഗീത എന്ന് ഗീതാ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർവോപനിഷത്തോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന.
പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹതം. അപ്പോൾ എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് ഭഗവത്ഗീത. മാത്രമല്ല നേരിട്ട് ഭഗവാൻ പറയുന്നതാണ്. വേദാന്തത്തിലൂടെ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണമോ അതെല്ലാം ഭഗവത്ഗീതയിൽ ഭഗവാൻ നേരിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേദത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ മാത്രം, അതിലെ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയത് കൊണ്ട് കാര്യമില്ല. വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചടങ്ങുകൾ, യജ്ഞങ്ങൾ, കർമ്മങ്ങൾ ഇത് മാത്രം ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. പ്രയോജനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭൗതികമായിട്ടുള്ള കാര്യം, ഭൗതികമായിട്ടുള്ള നേട്ടമേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ ഭക്തന്മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭക്തന്മാർ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരത്തിലേക്ക് വരണം. അതുകൊണ്ട് അർജുനൻ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് വരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. എന്താണ് ഏറ്റവും ഉയർന്ന നിലവാരം? നേരിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയും നേരിട്ട് ഭഗവാനിൽ നിന്ന് ഉപദേശങ്ങൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് ആത്മീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ വേദങ്ങളിൽ എല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് അധികവും വേദത്തിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. അല്ല, അപ്പൊ നമ്മൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ അത് ഞാൻ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ 3 ഗുണത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. വേദങ്ങളിലെ എല്ലാ ഉപദേശങ്ങളും ഒരേ നിലവാരത്തിലുള്ളതല്ല. നിസ്ത്രൈഗുണ്യവും ത്രൈഗുണ്യ വിഷയ വേദ. സത്വഗുണത്തിലുള്ള ഉപദേശങ്ങൾ വേദത്തിലുണ്ട്, രജോ ഗുണത്തിലുള്ള ഉപദേശങ്ങൾ വേദത്തിലുണ്ട്, തമോ ഗുണത്തിലുള്ളവർക്കുള്ള ഉപദേശവും വേദത്തിലുണ്ട്. അപ്പൊ നമ്മൾ വേദങ്ങളൊക്കെ സ്വന്തമായിട്ട് പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തമോ ഗുണത്തിലുള്ളവർക്കുള്ള ഉപദേശമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അല്ലെ, ദുർമന്ത്രവാദം, ആഭിചാരക്രിയകൾ ഇതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് ഇതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ തമോ ഗുണത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ വേദങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആചാര്യന്റെ സഹായത്തോടു കൂടിയാണ്. അല്ലാതെ നമ്മൾ പോയി കടയിൽ പോയിട്ട് ഒരു വേദഗ്രന്ഥം, ഋഗ്വേദം, യജുർവേദം പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്, കടയിൽ ലഭ്യമാണ്. അല്ലെ, പല പബ്ലിക്കേഷൻസും വേദങ്ങൾ പബ്ലിഷ് ചെയ്ത് ഇറക്കി. അപ്പോൾ ഒരു ആചാര്യന്റെ സഹായത്തോടു കൂടി അല്ലാതെ നേരിട്ട് പോയി പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകില്ല ഇത് ഏത് ഗുണത്തിലുള്ളവർക്കാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. സത്വഗുണത്തിലുള്ളവർക്കുള്ള നിർദ്ദേശമാണോ, രജോ ഗുണത്തിലുള്ളവർക്കാണോ, തമോ ഗുണത്തിലുള്ളവർക്കുള്ള നിർദ്ദേശമാണോ നമ്മൾക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വേദങ്ങൾ ഒരു ആചാര്യനിലൂടെ മനസ്സിലാക്കണം. ആചാര്യവാൻ പുരുഷോ വേദ. ആചാര്യനിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ആചാര്യന്റെ ഉപദേശം ഉണ്ട്, അതാണ് നമ്മൾ വായിക്കുന്നത്. അല്ലെ, ശീലപ്രഭുപാദർ നമ്മൾക്ക് വേദങ്ങളെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഭഗവാനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. എന്താണ് വേദത്തിന്റെ ഉദ്ദേശം എന്നും പറഞ്ഞു തരുന്നത്. വേദത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഭഗവാനെ മനസ്സിലാക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ആചാര്യന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വേദം പഠിക്കേണ്ടത്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. അല്ലെ, എല്ലാവരെയും ക്രമേണ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വേദത്തിന്റെ ഉദ്ദേശം. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നത് അർജുനെ പോലെയുള്ള ഭക്തന്മാർക്ക് ഒറ്റയടിക്ക് ഉയരാൻ സാധിക്കും. അവർ വീണ്ടും വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ത്രിഗുണങ്ങളിലേക്ക് പോയിട്ട് ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ നിന്ന് താഴ്ന്നു പോകേണ്ട ആവശ്യമില്ല എന്നതാണ് ഭഗവാൻ പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നതാണ്. ബുദ്ധിയുഗത്തിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഭക്തിയുഗത്തിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും വേദങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തിനാണ് വീണ്ടും വേദം പഠിക്കാൻ പോകുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് 46-ാമത്തെ ശ്ലോകത്തിൽ.
യാവാൻ അർത്ഥ ഉദവാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാരത. ഭഗവാന്റെ ചോദ്യമാണ്. യാവാൻ അർത്ഥ ഉദവാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു. സർവേഷു വേദേഷു, വേദങ്ങൾ ഒരുപാട് വിഭാഗങ്ങളായിട്ടുണ്ട്. എല്ലാ വേദങ്ങളെ കൊണ്ടും എന്താണ് പ്രയോജനം? ആർക്ക് പ്രയോജനം? ബ്രാഹ്മണസ്യ, ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും വേദങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. അതൊരു ഉദാഹരണ സഹിതമാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. വിവർത്തനം ഭവർത്തം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. 46-ാമത്തെ ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീലമാതാജി വായിച്ചു. നമോ ഭഗവതേ വാസുദേവായ. യാവാനാർത്ഥ ഉദപാനേ സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനദഃ. ഒരു കൊച്ചുകുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വൈദിക സാഹിത്യത്തിന്റെ കർമ്മകാണ്ഡ വിഭാഗത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ചടങ്ങുകളും യജ്ഞങ്ങളുമെല്ലാം ക്രമികമായ ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളവയാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഉദ്ദേശം എന്തെന്ന് ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സർവപ്രപഞ്ചത്തിനും മൂലകാരണമായ കൃഷ്ണനെ കുറിച്ച് ബോധം ഉളവാക്കലാണ് വേദപഠനത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ആത്മസാക്ഷാത്കാരം എന്നാൽ കൃഷ്ണനെയും കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് അറിയുകയാണ്. ജീവാത്മാക്കൾക്ക് കൃഷ്ണനോടുള്ള ബന്ധത്തെയും ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ സ്പർശിക്കുന്നുണ്ട്. ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെ. അതുകൊണ്ട് വ്യക്തിഗത ജീവാത്മാവിൽ കൃഷ്ണാവബോധത്തിന്റെ പുനരുദ്ധാരണമാണ് വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ. ഭാഗവതത്തിൽ പറയുന്നതനുസരിച്ച് അഹോബദ ശോഭചോത്തോ ഗരീയാൻ യജ്ജി ഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേബുസ്ത ബസ്തേ ജുഹൂവോ സസ്നുരാരിയാം ബ്രഹ്മാനു ചുർനാമ ഗൃണന്തി ഏതേ. ഭഗവാനെ, അവിടത്തെ തിരുനാമം സദാ ജപിക്കുന്നവൻ ചണ്ടാള കുലത്തിലാണ് പിറന്നതെങ്കിൽ കൂടി ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നത നിലയിലെത്തിയിരിക്കുന്നു. അത്തരമൊരാൾ എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സ്നാനം കഴിച്ച ശേഷം പലതവണ വൈദിക സാഹിത്യങ്ങൾ വായിക്കുകയും വേദനിർദ്ദിഷ്ടങ്ങളായ സകല തപോയജ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അയാൾ ആര്യന്മാരിൽ ഉത്തമനായി കരുതപ്പെടും. കേവലം ചടങ്ങുകളിൽ തന്നെ പിടിച്ചു തൂങ്ങാതെ വേദങ്ങളുടെ ഉദ്ദേശം എന്തെന്ന് ഗ്രഹിക്കുവാൻ തക്ക ബുദ്ധിശക്തി മനുഷ്യനുണ്ടാവണം. കൂടിയ ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടി സ്വർഗലോകത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയും വേണം. വേദോക്ത ക്രിയകളിൽ നിർദ്ദിഷ്ടങ്ങളായ നിബന്ധനകൾ അനുസരിക്കുന്നതിനും വേദാന്തവും ഉപനിഷത്തുക്കളും ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങളെല്ലാം പഠിക്കുന്നതിനും ഇക്കാലത്തെ സാധാരണ മനുഷ്യന് സാധ്യമല്ല. വേദോദിഷ്ടമായതെല്ലാം നിറവേറ്റാൻ ഒട്ടേറെ സമയവും ശക്തിയും ജ്ഞാനവും വിഭവങ്ങളും ആവശ്യമുണ്ട്. അന്ന് അതെല്ലാം അസാധ്യമാണ്. എന്നാൽ പതിതാത്മാക്കൾക്കെല്ലാം വിമോചകനായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നത് പോലെ ഭഗവാന്റെ തിരുനാമം ഉരുവിടുന്നത് കൊണ്ടുതന്നെ വൈദിക സംസ്കാരത്തിന്റെ പരമോദ്ദേശം നിറവേറ്റപ്പെടും. ഒരു വിശിഷ്ട വേദ പണ്ഡിതനായ പ്രകാശാനന്ദ സരസ്വതി ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുകയുണ്ടായി, അങ്ങ് വേദാന്ത സിദ്ധാന്തം പഠിക്കുന്നതിനു പകരം ഒരു വികാര ജീവിയെ പോലെ ഭഗവൻ നാമം പാടിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണ് എന്ന്. മറുപടി ഇതായിരുന്നു, എന്റെ ഗുരുവിന് ഞാനൊരു പരമവിഡ്ഢിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൃഷ്ണ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊള്ളാൻ ഉപദേശിച്ചു. അങ്ങനെ ചെയ്ത് ഞാൻ ഒരു ഭ്രാന്തനെ പോലെ വികാരാവിഷ്ടനായി. ഈ കലിയുഗത്തിൽ ജനങ്ങൾ പ്രായേണ മൂഢന്മാരാണ്. വേദാന്തം മനസ്സിലാക്കാൻ വേണ്ടുന്നത്ര വിദ്യാഭ്യാസം അവർക്കില്ല. വേദാന്തത്തിന്റെ പരമോദ്ദേശം അപരാധമന്യേ ഭഗവത് നാമം ഉരുവിടുന്നത് കൊണ്ട് തന്നെ നിറവേറുന്നുണ്ട്.
വൈദിക ജ്ഞാനത്തിന്റെ ഉച്ചകോടിയാണ് വേദാന്തം. അതിന്റെ സ്രഷ്ടാവും ജ്ഞാതാവും കൃഷ്ണ ഭഗവാൻ തന്നെ. ഭഗവത് നാമജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി. വൈദിക രഹസ്യത്തിന്റെ അന്തിമ ലക്ഷ്യം അതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീല മാതാജി. ഹരേ കൃഷ്ണ. യെസ്, ഭഗവാൻ പറയുന്നു, യാവാൻ അർത്ഥ ഉദപാനെ സർവത സംപ്ലതോദേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാരത. ഒരു വ്യക്തി ഭഗവാനെ മനസ്സിലാക്കി, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ, ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. ആ ഭഗവാനെ മനസ്സിലാക്കിയ വ്യക്തിക്ക് വേദത്തിന്റെ പ്രയോജനം എന്താണ് എന്നാണ് ഭഗവാൻ ചോദിച്ചത്. അതിന്റെ ഒരു ഉദാഹരണം ഭഗവാൻ പറയുന്നത് എന്താണ്? യാവാൻ അർത്ഥ ഉദപാനെ സർവത സംപ്ലതോദ. ഒരാൾക്ക് വലിയൊരു ജലാശയം സ്വന്തമായിട്ടുണ്ട്, വലിയൊരു തടാകം സ്വന്തമായിട്ടുണ്ട്, അതില് ശുദ്ധമായിട്ടുള്ള ജലമുണ്ട്, അല്ലെ? അങ്ങനെ ഉള്ള വ്യക്തിക്ക് ആ വലിയ തടാകത്തിൽ നിന്ന് തന്നെ ശുദ്ധമായിട്ടുള്ള ജലം കിട്ടും. അദ്ദേഹത്തിന് കുടിക്കാനും കുളിക്കാനും അല്ലെങ്കിൽ കൃഷി ചെയ്യാനും വേറെ എന്ത് വെള്ളത്തിന്റെ ആവശ്യത്തിനും ആ തടാകത്തിലുണ്ട് വെള്ളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന് പിന്നെ ഒരു കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിന് വേണ്ടി വീണ്ടും കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇഷ്ടം പോലെയുണ്ട്, അല്ലെ? അതുപോലെയാണ് ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിക്ക് വീണ്ടും വേദം പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് എന്ന് പറയും. വലിയൊരു തടാകം സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറിയ കിണറിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഭഗവാനെ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? വേദപഠനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്ന് ശ്രീല പ്രഭാതരുടെ ഇവിടെ പറയുന്നുണ്ട്. 15-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ ശ്ലോകം, അല്ല 15-ാമത്തെ അധ്യായം പുരുഷോത്തമയോഗം. അതിൽ വേദപഠനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു വ്യക്തി വേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ആരെ മനസ്സിലാക്കണം? വേദയിച്ച സർവേർ അഹമേവ വേദ്യോ സർവസ്യ ചാഹം പ്രതിസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാപോഹനം ച വേദയിച്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിധേയ ചാഹം. എല്ലാ വേദങ്ങളും പഠിച്ചു എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ആ വ്യക്തി ആരെ മനസ്സിലാക്കിയിരിക്കണം? ഭഗവാനെ മനസ്സിലാക്കിയിരിക്കണം. കാരണം വേദങ്ങൾ മുഴുവൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ, ആ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ് വേദം മുഴുവൻ നിർദ്ദേശിക്കുന്നത്. വേദേശ്ച സർവേർ അഹമേവ വേദ്യോ. എല്ലാ ഈശ്വരശാസ്ത്രങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്, അല്ല? അവർ പല രീതിയിൽ പറയുന്നു, അല്ലെ? അവർക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ അവര് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വേദേശ്ച സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വേദങ്ങളിലൂടെ അറിയേണ്ടവൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാ വേദങ്ങളും പഠിച്ച് അവസാനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ നാമം ജപിക്കാം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ നാം പ്രപത്തി. ഒരുപാട് ജന്മങ്ങളൂടെ പഠിച്ച് വേദങ്ങളൊക്കെ പഠിച്ച് ജ്ഞാനമാർജിച്ച് ശുദ്ധീകരണം നേടി അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാം, വാസുദേവ സർവമിതി എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ സേവിക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ സേവനത്തിലേക്ക് നേരിട്ട് വരാം. എല്ലാ വേദങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല. വേദങ്ങൾ പഠിക്കാതെ തന്നെ നേരിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് വന്ന് ഭഗവാന്റെ നാമം ജപിക്കും.
രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്? ആ ഗുരുവിന്റെ വാക്കിൽ വിശ്വാസമുള്ളത് കൊണ്ട് നേരിട്ട് ഒരു വ്യക്തിക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ സാധിക്കും. അതാണ് വേദപഠനത്തിന്റെ ഉദ്ദേശം. ഭഗവാന്റെ സേവനത്തിലേക്ക് വരിക എന്നുള്ളതാണ് പഠനത്തിന്റെ ഉദ്ദേശം. ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? ഭഗവാനെ സേവിക്കണം. സർവവിദ് ഭജതി മാം. അതാണ് 15-ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാനെ മനസ്സിലാക്കിയവരെന്ത് ചെയ്യും എന്ന് 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. 15-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ ശ്ലോകത്തിൽ പറയും, യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ, ആരുമാകാം, ഏതൊരു വ്യക്തിയുമാകാം. യോ മാമേവ. മാമേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ, എന്നെ മാത്രം ഭഗവാൻ പറയുകയാണ്. ഭഗവാനെ തന്നെ. അസമ്മൂഢോ. അസമ്മൂഢോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂഢത്വമെല്ലാം മാറ്റിവെച്ച് ബുദ്ധിമാനായിട്ട്. അസമ്മൂഢോ, ബുദ്ധിമാനായിട്ട്. ജാനാതി, ആ വ്യക്തി അറിയുന്നു. ജാനാതി, അറിയുന്നു. ആരെ അറിയുന്നു? മാമേവ, ഭഗവാനെ തന്നെ അറിയുന്നു. ഭഗവാനെ എന്തായിട്ട് അറിയുന്നു? പുരുഷോത്തമം, പുരുഷോത്തമനായിട്ട് അറിയുന്നു. പരമപുരുഷനായിട്ട് അറിയുന്നു. എല്ലാറ്റിന്റെയും ഉറവിടമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാണോ ജാനാതി, ആരാണോ മനസ്സിലാക്കുന്നത്, ആ വ്യക്തി അസമ്മൂഢനാണ്, ബുദ്ധിമാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. മാത്രമല്ല ആ വ്യക്തി സർവവിദ്. ആ വ്യക്തി ആരാണ്? ആരാണോ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തി അവൻ ആരാണ്? സർവവിദ്. സർവവിദാണ്. വേദങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലായി. ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേദത്തിന്റെ ഉദ്ദേശം. സർവവിദാണ്. അദ്ദേഹം എന്ത് ചെയ്യും? ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭജതിമാ, ഭഗവാനെ നിരന്തരം സേവിക്കും. സർവഭാവേന ഭാരത, ആത്മാർത്ഥമായിട്ട് എല്ലാവിധ ഊർജവും എടുത്ത് ഭഗവാനെ സേവിക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഭഗവാന്റെ നാമം ജപിക്കും, അല്ലെ? ഭഗവാനെ കുറിച്ച് കേൾക്കും, ഭഗവാനെ കുറിച്ച് കീർത്തിക്കും, മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യും. ആരാണ് ചെയ്യുന്നത്? ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. ആ വ്യക്തി സർവവിധാണെന്ന് ഭഗവാൻ തന്നെ പ്രഖ്യാപിക്കും. അതായത് വേദങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്ന ആളുകൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്നത് ബുദ്ധി കുറഞ്ഞവരാണ്, വേദം പഠിക്കാൻ സാധിക്കാത്തവരാണ്. വേദം പഠിച്ചവരും അവസാനം എങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്? ഭഗവാന്റെ ഭക്തിയിലേക്ക് തന്നെയാണ് വരേണ്ടത്. കാരണം വേദത്തിന്റെ ഉദ്ദേശം വേദൈശ്ച സർവേ അഹമേവ വേദ്യോ, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേദത്തിന്റെ ഉദ്ദേശം. അപ്പൊ അത് നമ്മൾക്ക് ഒന്നുകിൽ ഒരുപാട് ജന്മങ്ങളിലൂടെ ചെയ്യാം, എന്നിട്ട് അവസാനം ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ നാമം ജപിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നേരിട്ട് ഭഗവാന്റെ നാമം ജപിക്കാം. രണ്ടായാലും ഒരുപോലെ തന്നെയാണ്. ചില ആളുകൾ ഒരുപാട് പഠിച്ചിട്ട് വരുന്നു, ചില ആളുകൾ ശുദ്ധിയുള്ള ആളുകൾ, ഹൃദയത്തിൽ ശുദ്ധിയുള്ള ആളുകൾ നേരിട്ട് വരുന്നു. അവർക്ക് വീണ്ടും വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ വേദങ്ങളൊക്കെ പഠിച്ചിട്ട് വരൂ എന്നാലും ഞാൻ സ്വീകരിക്കുന്നുള്ളൂ. അങ്ങനെയില്ല. വേദങ്ങൾ പഠിച്ചാലും അവസാനം ഇങ്ങോട്ട് തന്നെ വരും. വേദങ്ങൾ പഠിക്കാതെ ശുദ്ധ ഹൃദയന്മാരായിട്ടുള്ളവരും ഇങ്ങോട്ട് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ വരും. അല്ലെ, ഞാൻ വേദപണ്ഡിതനാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ വ്യക്തിക്ക് ഭഗവാനെ മനസ്സിലാക്കുക. ഭക്തന്മാർ നേരിട്ട് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവസാനം എന്താണ്? ഭഗവാന്റെ ഭജനയാണ്, ഭഗവാന്റെ സേവനമാണ് അവസാനം എത്തിച്ചേരുന്ന ലക്ഷ്യസ്ഥാനം എന്ന് പറയും. അപ്പോൾ ഇതാണ് വേദത്തിന്റെ ഉദ്ദേശം എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. 2 ശ്ലോകം നമ്മൾ വായിച്ചു. ഈ 2 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ യാവാൻ അർത്ഥൗതവാനേ സർവത സംപ്ലതോപകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാരത. ഈ 2 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചത്.
അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകങ്ങൾ വായിക്കാം.